أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഈ കളിയാട്ടുമുക്ക് MH നഗറിലെ ശിഹാബ് തങ്ങൾ റിലീഫിൻ്റെ വിതരണവും ഓഫീസിൻ്റെ ഉദ്ഘാടനവും നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയരായ മുഹമ്മദ് കുട്ടി ഹാജി, വേദിയിൽ ഇരിക്കുന്ന നേതാക്കൾ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനുമായ AP ഉണ്ണികൃഷ്ണൻ, MA ഖാദർ സാഹിബ്, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ NM അൻവർ സാദത്ത്, മുനീർ മാസ്റ്റർ, നാസർ മാസ്റ്റർ, ഇസാഖ് മാസ്റ്റർ, അതുപോലെ വേദിയിലിരിക്കുന്ന അബൂബക്കർ ഹാജി, ആദരണീയരായ കുഞ്ഞു മുഹമ്മദ് ഹാജി, TK കമാലുദ്ദീൻ ഹാജി, ആലിക്കുട്ടി ഹാജി, അതുപോലെ സാഹിദ് അലി എന്ന കുഞ്ഞു സാഹിബ്, KMCCയുടെ സൗദി കമ്മിറ്റിയുടെ പ്രതിനിധി, ദുബൈ കമ്മിറ്റിയുടെ KMCC ഭാരവാഹി പ്രിയപ്പെട്ട അജ്നാസ്, അതുപോലെ ഈ ചടങ്ങിൻ്റെ സംഘാടകരായ സുഹൃത്തുക്കൾ സൈഫുദ്ദീൻ, പ്രിയപ്പെട്ട സൈഫുൽ ഇസ്ലാം, അതുപോലെ ഈ മഹത്തായ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഒരു മഹത്തായ ചടങ്ങിലാണ് നാം ഉള്ളത്. ഇവിടെ റിലീഫ് വിതരണം നടക്കുന്നു, അതോടൊപ്പം ഓഫീസിൻ്റെ ഉദ്ഘാടനവും. എൻ്റെ സ്നേഹിതൻ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ 1-2 പദ്ധതികൾ ഇവിടെ പറഞ്ഞു. പട്ടികജാതിക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ ഡിഗ്രിക്ക്, PGക്ക്, അതുപോലെ ITI പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നൊരു പദ്ധതിയുണ്ട്. അതോടൊപ്പം പട്ടികജാതിക്കാരായ കുറേ മക്കളുടെ കൂട്ടായ്മയെ കോർത്തിണക്കിക്കൊണ്ടുള്ള ശിങ്കാരിമേളം പരിശീലനത്തിന് അതുമായി ബന്ധപ്പെട്ട കുട്ടികളെ SC വിഭാഗക്കാരെ പ്രത്യേകം ക്ഷണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന് അദ്ദേഹം പറയാൻ വിട്ടുപോയത്, SC കോളനികളിലേക്ക് ഹൈമാസ് ലൈറ്റുകളും ജില്ലാ പഞ്ചായത്ത് നൽകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടേതാണല്ലോ. തീർച്ചയായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുഖേന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചാൽ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സംവിധാനങ്ങളുടെ ശ്രദ്ധയുണ്ടാകുമെന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷന് വേണ്ടി ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പൊതുയോഗത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകമായി പറയാൻ എൻ്റെ സ്നേഹിതൻ സൈഫുൽ ഇസ്ലാം എൻ്റെ വീട്ടിൽ 1, 2, 3 തവണ എത്തി എന്നാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ 3 ദിവസം കട്ടൻ ചായ കുടിച്ച് അവിടുന്ന് പോരുമ്പോൾ സൈഫുൽ ഇസ്ലാം ഈ യോഗത്തിൻ്റെ മഹത്വം പറഞ്ഞിരുന്നു. ഇന്ന് വരൂല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഈ തിരക്കിനിടയിലും അവിടെ വന്നു. ഞാൻ ഇന്നൊന്ന് മുങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സൈഫുൽ ഇസ്ലാമിൻ്റെ ആ വരവിൻ്റെ കോലം കണ്ടപ്പോൾ എൻ്റെ കോലമൊക്കെ മാറിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ഭീഷണിയുടെ സ്വരത്തിലല്ല, തികഞ്ഞ പതഞ്ഞ സ്വരത്തിൽ വളരെ മനോഹരമായി പ്ലീസ് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും വേണ്ട. മുസ്ലിം ലീഗിൻ്റെ ഒരു ഖാദിം എന്ന നിലയിൽ അള്ളാഹു ആരോഗ്യം തന്നാൽ ഇതല്ലേ നമ്മളൊക്കെ പണി. ഏതായിരുന്നാലും സൈഫ് വളരെ എന്താ പറയുക, വെറും സൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ വാളാണ്, ഇരുതല മൂർച്ചയുള്ള വാളാണ് നിങ്ങളുടെ കമ്മിറ്റിയിലെ എന്നറിയും. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ഒരു നല്ല പഠിച്ച വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി ഇവിടെയുള്ള നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തല്ല. ഇവിടെ സ്റ്റേജ് കെട്ടുന്ന തിരക്കിനിടയിലും ഇന്ന് എൻ്റെ മൊബൈലിൽ കിട്ടാതായപ്പോൾ, മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു സ്വിച്ച് ഓഫാണ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ ഭ്രാന്തായോ എന്നറിയാൻ പറ്റില്ല. അവിടെ വന്നാണ് എന്നോട് അതിൻ്റെ ഗൗരവം പറഞ്ഞത്. ഞാൻ വരുമെന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ ആരെങ്കിലും ഒന്ന് എന്നാ ഇനി നമുക്ക് അടുത്തതിനാക്കാന്നിട്ട് പറഞ്ഞു കിട്ടിയാലോ വെച്ചിട്ട് ഞാൻ ഒരുപാട് തൂങ്ങി നോക്കി. പക്ഷേ സൈഫിൻ്റെ ആ ശൈലിക്ക് മുമ്പിൽ എനിക്ക് കീഴ്പ്പെടേണ്ടി വന്നു. അള്ളാഹു ഈ അന്തസ് നമ്മുടെ പാർട്ടിക്ക് എന്നൊന്ന് നിലനിർത്തുമാറാകട്ടെ. ഇവിടെ റഷീദ് അലി ശിഹാബ് തങ്ങളും വരാനിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ വരുന്നത് തൃശ്ശൂരിൽ കിലയുടെ പരിപാടി കഴിഞ്ഞാണ്. ഞാൻ എൻ്റെ നാട്ടിലെ ഒരു നബിദിന സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഖാദർ സാഹിബും അതുപോലെ ഓരോ വേദി. റഷീദ് അലി ശിഹാബ് തങ്ങൾ എത്ര പരിപാടി കഴിഞ്ഞാൽ വരുന്നതെന്ന് ഇവിടെ വന്നാലേ അറിയും. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ച് ഫിത്തനയും ഫസാദും നടത്തി മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കുക, അതിന് ആരൊക്കെ കൂടെ കൂട്ടാം,
അതിന് ഏതൊക്കെ കളി കളിക്കാം എന്നതല്ല നമ്മുടെ ചിന്ത. നേരെ വാ നേരെ പോ എന്നുള്ള ചിന്ത. അതിൽ തോറ്റാലും വേണ്ടില്ല ജയിച്ചാലും വേണ്ടില്ല, നന്മ തുടരുകയാണ്. കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ റിലീഫിൽ ഇവിടുത്തെ 10-32 വീട്ടുകാരെ തെരഞ്ഞെടുത്തിട്ട് തോറ്റ ഒരു വാർഡിൽ, പരാജയപ്പെട്ട ഒരു വാർഡിൽ ഞങ്ങളിതൊന്നും ഇട്ടേച്ചു പോകുമെന്നാരും കരുതണ്ട. ഞങ്ങളെ സിദ്ധാന്തം എന്താണെന്നറിയാം? ചിലർ പറഞ്ഞത് ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കുന്ന, വേറെ പലരും പറഞ്ഞത് ഞങ്ങളെങ്ങോട്ട് ദ്രോഹിച്ചാൽ അങ്ങോട്ടും ദ്രോഹിക്കും, 51 വട്ടം ദ്രോഹിക്കുന്നു. എന്നാൽ ഞങ്ങളെ പോളിസി കേട്ടോ, ഞങ്ങളെ ദ്രോഹിച്ചവരെയും ഞങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോളിസി. അവിടെ ഞങ്ങൾ വേറൊരു നോട്ടമില്ല. CH സെന്ററിൽ വരുന്ന രോഗിയുടെ ജാതി ഏതാ, മത ഏതാ, പാർട്ടി ഏതാന്ന് ഞങ്ങൾ നോക്കലില്ല. ഞാൻ കഴിഞ്ഞ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അഹമ്മദ് കബീർ ബാക്കവിയുടെ കൂടെ 250 ക്യാൻസർ രോഗികളെ ഇരുത്തി പ്രസംഗിക്കുന്ന ഒരു ചടങ്ങ് അത്ഭുതാവഹാണ്. എല്ലാ പാർട്ടിക്കാരുണ്ട്. നമ്മളതൊന്നും നോക്കൂല. തെരഞ്ഞെടുപ്പിൽ നമ്മൾ എത്ര സഹായിച്ചാലും ഏത് രീതിയിൽ പെരുമാറിയാലും നമുക്ക് തരേണ്ടത് തന്നിരിക്കും. നമ്മൾ അതുകൊണ്ട് അവരോട് പ്രതികാര വാഞ്ചയോടുകൂടി പെരുമാറൂല. ഞാൻ പറയാറുണ്ട്, നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പക്ഷെ ആ വീട്ടിലായിരിക്കാം നമുക്കെതിരെ കുടുംബസംഗമം നടക്കുന്നത്. അത് നമ്മൾ ഗൗനിക്കുന്നില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല. നമ്മളൊരു കിണർ കുഴിച്ചു കൊടുക്കും, ആ കിണറിനെ ആൾക്കാർ വലുതായി കാണൂല, പക്ഷെ അതിൽ ചാടിയ പൂച്ചനെ മാർക്കിസ്റ്റേരാണ് കഴിച്ചിലാക്കി കൊടുത്തവരുണ്ട്, ഓലപ്പം പോണവരുണ്ട്, ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതേപോലെ ഞങ്ങൾ നല്ല റോഡുണ്ടാക്കും. മറ്റുള്ളവർക്ക് പണി എന്താ? അവിടെ കുമ്മായം കലക്കിയിട്ട് അവൻ്റെ ചിഹ്നം വരക്കൽ. നമ്മൾ താറിടും കോൺക്രീറ്റ്, ഇവർ ചിഹ്നം വരക്കും. നമ്മൾ നല്ല വാട്ടർ ടാങ്ക് ഉണ്ടാക്കും. ഇവർക്ക് പണി എന്താ? അതിമ കൊത്തിപ്പിടിച്ച് കയറിയിട്ട് ബുക്കിട് 2016 ഓലെ പണി അതൊക്കെയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്നാകുക. ഞാൻ പറയുന്നു, നമ്മൾ ആരൊക്കെ എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന് നോക്കണ്ട. അത് നമ്മളെ കൂടെ നിൽക്കേണ്ട ഒരു നിലകൾ നമ്മൾ നോക്കണ്ട. നമ്മളെ പണിയെടുത്ത് നമ്മൾ പോവുക. അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം മാർച്ച് 1, 2 അല്ലെങ്കിൽ ഫെബ്രുവരി സമാപനത്തിലായി അതിന്റെ വിജ്ഞാപനം ഡിക്ലറേഷൻ വരുന്നു എന്നറിയാൻ സാധിച്ചു. അല്ലാഹു അലം. ഏതായിരുന്നാലും അത് വന്നു കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും. ഉമ്മൻചാണ്ടി ഒന്നുകൂടി അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ കേരള സംസ്ഥാനത്ത് ഇപ്പൊ ചെയ്ത നന്മയുടെ, ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ലേഖനുണ്ട് എല്ലാ പത്രത്തിലും. ഞാൻ 2 പത്രത്തിലാണ് വായിച്ചത്. അക്കമിട്ട് കൊല്ലം എഴുതിയിട്ട് ഇന്നതിനെ ഞാൻ തുടങ്ങിയപ്പോൾ എതിർത്തു, അന്നത് വരെയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആവുമായിരുന്നു, അന്ന് ആ പേരിനെ എതിർത്തു, ഇപ്പോൾ അത് വേണമെന്ന് പലരും പറയുന്നു, പിന്നെ അത് കൊണ്ടുവരുമ്പോൾ എതിർക്കുന്നു. അദ്ദേഹം അവസാനം ആ പാരഗ്രാഫിൽ അവസാനിപ്പിക്കുന്നുണ്ട്, ഇന്നത്തെ പത്രം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ, ഞാനിന്ന് സുപ്രഭാതവും ചന്ദ്രികയാണ് വായിച്ചത്, ആ 2ലും അതുണ്ട്, മറ്റു പത്രത്തിലുണ്ടോ എന്നെനിക്കറിയില്ല, ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. CPM-ന്റെ പാർട്ടി പഠന കോൺഗ്രസിൽ അവർ എടുത്ത ഒരു സമീപനം എന്താണെന്നറിയാം? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചക്കര ആക്കണം, അങ്ങനെ തേങ്ങ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംഭവം ഇവിടെ ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞപ്പോൾ അന്നൊന്നും നടത്തിയില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത് അറിയാം? ഉമ്മൻചാണ്ടി അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് ബോധം തെളിഞ്ഞാൽ 25 കൊല്ലം നമ്മളെ നാട് പിന്നിൽക്കാ പോണത്. അങ്ങനെ പറഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ അന്ന് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഇവിടെയുള്ള പശുവിനെ ഞങ്ങളെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുകയെന്ന്. നല്ല വീതിയുള്ള റോഡ് വന്നാൽ വാഹനമുള്ളവനോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. റോട്ടിലൂടെ വാഹനേറ്റ് പോകുന്ന ഒരുത്തൻ്റെ സ്ഥിതി എന്താ? ഇപ്പോൾ അവനാൻ്റെ ബാപ്പ അല്ലെങ്കിൽ അവനാൻ്റെ വേണ്ടപ്പെട്ട ഒരാളുമായി ആംബുലൻസിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവും. നമ്മൾ ജാഥയെ പോകുമ്പോൾ മനസ്സിലാവില്ല, ആംബുലൻസിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ രോഗിയെ അല്ലെങ്കിൽ അത്യാവശ്യ സമയത്ത് എത്തേണ്ടി വരുമ്പോൾ മനസ്സിലാവും. കോഴിക്കോട്ട് ആ ബൈപ്പാസ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ പത്രത്തിലുണ്ട്, അതിൻ്റെ ചിത്രം കാണണം. ഞാൻ ഇന്നലെ ആ ഭാഗത്ത് പ്രസംഗിക്കാൻ പോയി. ആ പുളാടിക്കുന്നോ ഏതോ പ്രദേശമുണ്ട്, അത്തോളിയിലേക്ക് തിരിയുന്ന റോഡ്, അവിടെ വരെയായിരുന്നു ഇപ്പോൾ ബൈപ്പാസ്. ഇബ്രാഹിം കുഞ്ഞ് ഉമ്മൻചാണ്ടി നിരന്തരം വന്ന് കണ്ട് ആ പാലത്തിന്, ആ തോടിന്, ആ പുഴക്ക് ഒരു പാലവും കെട്ടി എൻ്റെ സ്നേഹിതൻ റഷീദ് വങ്ങളത്തിൻ്റെ നാട്ടിൽ കൊണ്ടുപോയി മുട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം ആ വങ്ങളത്ത് ചെന്ന് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അവിടെ ആ സിഗ്നലും ആ റോഡിൻ്റെ വീതിയും വിസ്താരമൊക്കെ കണ്ടാൽ
അവിടെ മാത്രമൊന്നല്ല, കുറ്റിപ്പുറത്ത് മിനി പമ്പ 7 മിനിറ്റ് കൊണ്ടാണ് മിനിഞ്ഞാന്ന് ഞാൻ പൊന്നാനിന്ന് കുറ്റിപ്പുറത്ത് എത്തിയത്. വിശ്വസിക്കുക പ്രയാസമായിരിക്കും, ഒന്ന് പോയി നോക്കി. 7 മിനിറ്റ് കൊണ്ട് പൊന്നാനിന്ന് കുറ്റിപ്പുറത്ത് എത്തുകയാണ്. എന്ത് സൂപ്പർ ഫൈൻ റോഡാണെന്നറിയാം. എല്ലാ സ്ഥലത്തും ഓരോ ബൈപ്പാസിൽ ചെന്നാൽ റിംഗ് റോഡ്, ടൗണിൽ നിന്ന് ഒഴിവാക്കിയുള്ള റോഡുകൾ. അത് ഇബ്രാഹിം കുഞ്ഞ് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് മുകളിലൂടെ നടന്നിട്ട് മുകളിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഈ റോഡൊക്കെ അറിയാം. ഞങ്ങൾ ഒരു മന്ത്രി ചെയ്യുന്നത് പണ്ട് അഹമ്മദ് സാഹിബ് ട്രെയിനിൽ കയറിയിട്ടാണ് ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത്. നമ്മുടെ നാട്ടിലെ പെട്ടിപ്പീടിയൻ്റെ അവസ്ഥയിലുണ്ടായിരുന്ന കുറേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ മൊഞ്ചാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു അഹമ്മദ് സാഹിബ്. ഇത് കണ്ടോ ഇബ്രാഹിം കുഞ്ഞ്? ഇബ്രാഹിം കുഞ്ഞ് മേലെ കയറിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ നിന്ന് ഈ റോഡ് ഏതിലൂടെ പോയാൽ മെച്ചപ്പെടും. ഓരോ ടൗണിലൊന്ന് കുടുങ്ങി നോക്കണ്ടേ. ഇപ്പോൾ ദാ സമദാനി സാഹിബിൻ്റെ വീടിൻ്റെ പരിസരത്ത് എത്തുമ്പോൾ വരുന്ന റോഡ് നേരെ പുത്തൂരിലേക്ക് അങ്ങോട്ട് മുട്ടിക്കുന്നൊരു ബൈപ്പാസ്. അവിടെ നിന്ന് വരുമ്പോൾ പുത്തൂർ റഹ്മാൻ സാഹിബിൻ്റെ വീട് കഴിഞ്ഞാൽ അവിടെ വന്ന അന്തം വിട്ടുപോകും. ഒരു കൊല്ലം മുമ്പൊക്കെ ദുബായിൽ നിന്ന് പോയി വന്ന ആളാണെങ്കിൽ അയാൾ തീർച്ചയായും ഡ്രൈവറായിട്ട് തിരക്ക് വിടും. ഇത് നമ്മളെ ആടല്ല, എവിടുക്ക വിടണമെന്നൊക്കെ ചോദിക്കും. നാട്ടിൽ വരുന്നൊരു വ്യത്യാസം, വണ്ടിയിലൊന്ന് കറങ്ങി നോക്കണം. ഞാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഈ ഖിദ്മത്തിനായി മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിക്കാൻ ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഈ സേവനത്തിനിടയിൽ കാസർഗോഡ് തൊട്ടിങ്ങനെ നടക്കുമ്പോൾ അത്ഭുതം. ഞാൻ ചില റോഡൊക്കെ കാണുമ്പോൾ ഒരാഴ്ച മുമ്പ് ഉണ്ടാവില്ല അവിടെ, പക്ഷെ അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തുരന്നിട്ട് നിൽക്കുകയാണ്. അവിടെയൊക്കെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കാണുകയാണ്. ഇപ്പൊ കണ്ട ഓരോ റോഡ് തിരൂരിലതാ റെയില് കടന്ന് വേറെ റോഡ് പൊന്മുണ്ടത്തേക്ക് വരും. വൈലത്തൂരെത്തിയാൽ തിരൂരിലേക്ക് പോകാനുള്ള റോഡ്, തീരദേശത്ത് ഉണ്ണിയാലുള്ള റോഡ് കാണാൻ എന്തൊരു മനോഹരം. കൂട്ടായി വരെയുള്ള ആ റോഡിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ദുബായ് അബുദാബിയാന്ന് തോന്നിപ്പോവും. എന്ത് നല്ല ഭംഗി. അതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അവിടെയൊക്കെ നോക്കി ഒരു ഗവൺമെന്റിനെ കണക്കാക്കേണ്ടത് അവിടെയാണ്. നമ്മളിഞ്ഞിപ്പോൾ എത്ര റോഡ് വികസനം നടത്തിയാലും എത്ര റിലീഫ് നടത്തിയാലും മാരിബിൻ്റെ അടുത്ത് ബാഗേറ്റ് വരുന്നവൻ്റെ ഒപ്പം പോണ ആൾക്കാരുണ്ട്, ആയിക്കോട്ടെ എന്ന്. നമുക്ക് അതിലൊരു കുഴപ്പമില്ല. ഞങ്ങൾ നമ്മളെ പണിയെടുക്കും. നമ്മൾ റോഡ് നന്നാക്കേണ്ടതൊക്കെ നടക്കും. ഞങ്ങൾ വികസനം പോരാന്നാരും പറയണില്ല. MLA-മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കാം. എന്താ ചെയ്തിരിക്കുന്നത്? ഇനി ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടോ എന്ന്. അങ്ങനെ ഒരു ചോദിക്കണമെങ്കിൽ തന്നെ എത്ര ഐശ്വര്യത്തിലാവണം നമ്മുടെ ഭരണം. ഇനി ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടോ എന്ന് ഈ നാടിനെ അങ്ങനെ എത്തിച്ചു. എക്സ്പ്രസ് ഹൈവേ വരുമ്പോൾ എതിർത്തു ഇവർ. ഇപ്പൊ പിണറായി പറയുന്നു അതിവേഗപാത തിരക്കടില്ലാന്ന്. ഈ എക്സ്പ്രസ് ഹൈവേന്റെ മലയാളമാണ് ഈ അതിവേഗപാത. അപ്പൊ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം എതിർക്കുക. ഒരു കാറ് കമ്പനിക്കാർ ഇവിടെ വന്നപ്പോൾ അന്ന് ഹർത്താലാണ്. അവർ പോയി. അവർ ബംഗാളിലോ മറ്റെവിടെയോ ആ കാറ് കമ്പനി തുടങ്ങാൻ വേണ്ടി പോയത്. പറങ്കിമാങ്ങയിൽ നിന്ന് ജാമും സ്ക്വാഷ് ഉണ്ടാക്കുന്ന കമ്പനി നീര് പിഴിഞ്ഞെടുത്തിട്ട് അവർ പോയി ഇവിടുന്ന്. ഏതൊരു വ്യവസായി വന്നാലും ഇവിടെ നടത്താൻ അയക്കൂല. MA യൂസുഫ് അലിക്ക് ആലം ദുന്യാവിലെ അനേകം അറബ് രാഷ്ട്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ലുലു സെന്റർ ഉണ്ട്. അയാളെ നാട് നാട്ടികയാണ്, ഈ കേരളത്തിലാണ്. തൃശ്ശൂർ സ്വദേശിയായ MA യൂസുഫ് അലിക്ക് ലുലു സെന്റർ ഇല്ലാത്ത നാടായിരുന്നു കേരളം. എറണാകുളത്ത് ഇപ്പൊ ഒന്ന് പുതിയത് വന്നു. ആ ഒരു ഇതിന് തറക്കല്ലിട്ടന്ന് തുടങ്ങിയ ഇൻകിലാബാണ്. MA യൂസുഫ് അലിക്ക് ഒരു ലുലു സെന്റർ തുടങ്ങാൻ വല്ല ലറൂറത്തും എവിടെയെങ്കിലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ ഈ മലയാളക്കരയിൽ കേരളത്തിലാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താ? എറണാകുളം കമ്മിറ്റി യൂസുഫ് അലി ഇടവഴി കയ്യേറിയെന്ന്. യൂസുഫ് അലിക്ക് എന്താ ഇടവഴിയാടോ? യൂസുഫ് അലി ആരാന്നറിയോ? MA യൂസുഫ് അലി പിണറായി ഇയാളെ കൂടെ. കാരണം പിണറായി മടിയിൽ കനമുള്ളവനെ കാക്കുകയും മനസ്സിൽ കനിവുള്ളവനെ നീക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എറണാകുളം കമ്മിറ്റി എതിരാണ്. CPM-ന്റെ ഇൻകിലാബ് വിളിക്ക് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധി അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏത് കമ്പനി, അതാണ് ഉമ്മൻചാണ്ടിയുടെ ലേഖനം. ഞാൻ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ ആ ലേഖനം പകുതിയാക്കിയത്. പക്ഷെ ബാങ്ക് കൊടുത്തിട്ടും ഞാനൊരു അല്പനേരം വായിച്ചാണ്ട് തീർത്ത് പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി വായിക്കണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എടുത്ത് വെച്ചിരിക്കണം. വായിക്കേണ്ടതാണ്. കേരളത്തിന്റെ ആകെ ഒരു ചിത്രം കിട്ടും അതിന്. വിഴിഞ്ഞും തുറമുഖം വന്നാൽ ദുബായ് കഴിഞ്ഞാൽ നല്ല പോട്ടാവാൻ പോവാണ്. അവിടെ വന്നാൽ എന്താ, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടും, നാട് നന്നാവും, അറബികൾ ഇവിടെ വരും, ഈ നാടിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാകും. കണ്ടോ, അടുത്ത മാസം കണ്ണൂരിൽ നിന്ന് വിമാനം പൊന്താൻ പോവുകയാണ്. തുമ്പിയല്ല, വിമാനം. ആലോചിച്ച് നോക്കണം. ഭൂമി ഏറ്റെടുത്തിട്ട് വരാ കിടപ്പ് അവിടെ കിടന്നു. കാരണം എന്താ? ഈ മാർക്സിസ്റ്റ് പാർട്ടിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താ സ്ഥിതി എന്നറിയോ? നാട്ടിലെ പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ ഓലില്ല.
നാട്ടിലെല്ലാ പ്രശ്നവും പരിഹരിച്ചാൽ പിന്നെ ഓലില്ല. കാരണം എന്താ? അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തരാത്ത എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കണമെങ്കിൽ തരാൻ പാടില്ല. തന്നു കഴിഞ്ഞാലോ ജാതല്ല ഓലുമില്ല. പണ്ടിങ്ങനെ അനങ്ങിയ ജാഥ, കാൽനട ജാഥ 10-ാം ദിവസം 20-ാം ദിവസം അങ്ങനെ സെക്രട്ടേറിയറ്റ് വളയൽ, കലക്ടറേറ്റ് വളയൽ, അതേപോലെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാരം, ഇങ്ങനെ സമരങ്ങൾ ഇങ്ങനെ കൊടുത്തു പോവുക എന്നല്ലാതെ നാട്ടിലെ ജനങ്ങൾക്കൊരു ഗുണം ചെയ്തില്ല. അതുകൊണ്ടാണ് ബംഗാളൊക്കെ കുത്തുവാളെടുത്തത്. 45 കൊല്ലം ഭരിച്ചത്. 45 കൊല്ലം ഭരിച്ചിട്ട് അവിടെ മര്യാദക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എന്നാണ് മമതാ ബാനർജി ഇവരോട് പറഞ്ഞത്. ഇവരുടെ പ്ലീനത്തിൽ ഇവർ ചർച്ച ചെയ്തതെന്താ? CPM-ന്റെ പ്ലീനത്തിലെ ചർച്ച, നല്ലൊരു വ്യവസായമുണ്ടോ ബംഗാളിൽ? ആരോടാ ചോദിക്കുന്നത്? 45 കൊല്ലം വരായിരുന്നു. നല്ലൊരു വ്യവസായം ഉണ്ടോ? മമതാ ബാനർജി പറഞ്ഞു എടായി നേരാക്കട്ടെ എന്ന്. എന്താ കാര്യം? അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയായിട്ടില്ല. LP സ്കൂളില്ല. കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ വന്ന ബംഗാളികളെ കണ്ടാൽ അധികവും മുസ്ലിം ചെറുപ്പക്കാരാണ്. അവരുടെ പേരൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും. ഭയങ്കര പേരാണ്. ഖമറുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം, അതേപോലെ മലക്കുകളെ പേരുള്ളവരുണ്ട്. ഇസ്രാഫീൽ, ജിബിരിയിൽ, ഇങ്ങനൊക്കെ പേരിട്ട ബംഗാളികളെ ഞാൻ വെറുതെ പറയില്ല. അപ്പൊ ഈടക്കടുത്ത് ഒരു കൊലപാതകത്തിൽ കുടുങ്ങിയൊരു കുട്ടിയെ പിടിച്ചു. അവന്റെ പേര് ഇസ്രാഫീൽ എന്നായിരുന്നു. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. എന്ത് പേരാന്നറിയോ? അപ്പൊ നാളെ ചങ്ങരംകുളത്ത് ഞാറ് നടുന്ന ബംഗാളികളെ മാതൃഭൂമി എഴുതി ഷെയ്ഖുൽ ഇസ്ലാം, ഖമറുൽ ഇസ്ലാം, ഖുതുബുസ്സമാൻ പേരാണ്. ആരംഭത്താണോ ഇരിക്കുന്നത്. ആ പേരുള്ളവരൊക്കെ നമ്മളെ നാട്ടിൽ മെഹ്റാവിലായിരിക്കല്. അമ്മാതിരി നല്ല നല്ല പേരുള്ള നല്ല ചിമട്ടൻ ചെറുപ്പക്കാർ ഈ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നാട് നമ്മളെ അബുദാബി, ദുബായിക്ക് നമ്മൾ പോകുന്നത് പോലെയാണ് അവർക്ക്. ആരാണിതിന്റെ പിന്നിൽ? സ്കൂളുകളും കോളേജും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരാണ്? തിരുവനന്തപുരത്തേക്ക് റേഷൻ ഷോപ്പ് അന്വേഷിച്ചു പോയ ഹാജിമാർക്ക് LP സ്കൂൾ കൊടുത്ത് എന്റെ മുത്ത് CH തിരിച്ചയച്ചു. റേഷൻ ഷോപ്പിനാ ചെന്ന് വണ്ടി ഇറങ്ങിയത്. പക്ഷെ തിരിച്ചു വരുമ്പോ LP സ്കൂള്. CH-നെ കണ്ടാൽ ആളുകൾ മാറും. ഒരു സ്കൂളേറ്റ് തുടങ്ങാൻ പറയുമെന്ന്. പറമ്പുള്ളവനെ കണ്ടാൽ, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ കണ്ടാൽ അങ്ങനെയാണ്. CH പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ബാഫഖിത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും ഇരുത്തി നടത്തിയ ഒരു പ്രസംഗം ഞാൻ ഈയിടക്കടുത്ത് വായിച്ചു. എന്താ CH പറയുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും സമുദായം കഞ്ഞിക്ക് വകയില്ലാത്തവരായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കാരുണ്യവാനായ പടച്ചവന്റെ കരുണാ കടാക്ഷം കയ്യിൽ കിട്ടിയവരുടെ മനസ്സിന്റെ കനിവ് ഒരു മഴയായി സദസ്സിൽ പെയ്തിറങ്ങട്ടെ. എന്താ പറഞ്ഞതിന്റെ മലയാളം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പ്രമാണിയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുതലാളിമാരായിരുന്നു. അവരെ സമുദായം ചില്ലറക്കാരൊന്നുമല്ല. കഞ്ഞിക്ക് വകയില്ലാത്തവരായി തീരൂല. അതുകൊണ്ട് അള്ളാന്റെ അനുഗ്രഹം ആരെങ്കിലും പോക്കറ്റിലോ പേഴ്സിലോ മടിക്കുത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ കൃപാ കടാക്ഷം ഒരു കുളിർമഴയായി മജ്ലിസിൽ പെയ്തിറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ബാഫഖിത്തങ്ങളും പൂക്കോയത്തങ്ങളൊക്കെ ഇവിടെ ഇരിക്കേണ്ട പോലെ മടിയിൽ അവനാൻ കഴിയുന്നതൊക്കെ കൊണ്ടു കൊടുക്കുക എന്നാണ്. അങ്ങനെ ഉണ്ടാക്കിയത് വല്യമ്മാന്റെ കോന്തല ഖജനാവായി സ്വീകരിച്ചുണ്ടാക്കിയ മദ്രസയാ പാതിരാ വയലുകളിൽ 10 റുപ്യ കോഴിമുട്ട അങ്ങനെ എടുത്തെടുത്ത് 10 രൂപ 2 വട്ടം 3 വട്ടം ലേലം ഉറപ്പിച്ചിട്ട് ഈ മദ്രസകളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ഈ മണ്ണ് വളക്കൂറുള്ള മണ്ണായി. എന്താ ഈ വളക്കൂറുള്ള മണ്ണ് പറഞ്ഞാ? തറക്കല്ലിടണമെങ്കിൽ സമാധാനം വേണം. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഡ്രൈവറോട് പറയായിരുന്നു, ഞാനൊരു നബിദിന സമ്മേളനത്തിൽ പ്രസംഗിച്ചാ വരുന്നത്, എന്റെ രാങ്ങാട്ടൂർ തന്നെ. അവിടുന്ന് ഞാൻ 8:30 മണിക്ക് പ്രസംഗിച്ച് വരുമ്പോ ഞാനിങ്ങനെ എണ്ണി നോക്കി ഞങ്ങളൊരു 5ഓ 6ഓ മതപ്രഭാഷണത്തിന്റെ ഇടയിൽ കൂടി ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയത്. ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമായതുകൊണ്ടാണിത്. എല്ലായിടത്തും ഉണ്ട്, എല്ലാ സംഘടനയുണ്ട്. ഞാൻ അവരെ പ്രത്യേകം പറയുന്നില്ല. എന്താ കേരളത്തിൽ ഇങ്ങനെ? UP വിട്ടാൽ പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിലുണ്ടോ? കാസർഗോഡ് വിട്ടാൽ കർണാടകയിലുണ്ടോ? യതീംഖാന നടത്താൻ സ്വാതന്ത്ര്യമുണ്ടോ? മദ്രസയിൽ പഠിക്കാത്ത ബംഗാളിയാ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. എന്നാൽ പ്രബോധനം വാരിക പറയുന്നു,
ലോകോത്തര നിലവാരത്തിൽ മദ്രസ സംവിധാനങ്ങൾ ശാസ്ത്രീയ സംവിധാനത്തോടു കൂടി നടക്കുന്ന ഏക സ്റ്റേറ്റ് കേരള. പ്രബോധനം ചന്ദ്രികല്ല, പ്രബോധനം. ആ സംവിധാനം നിലനിർത്താനും അത് തുടങ്ങാനും കളമൊരുക്കുന്നതിൽ മുസ്ലിം ലീഗുകാരനായ ബാഫഖി തങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മളെ കായ് മുതലായില്ലേ. ബാഫഖി തങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ച് പറയാണ്. ബാഫഖി തങ്ങൾ തന്റെ തലയിലെ തൊപ്പി നീട്ടിക്കാട്ടി പാതിരാവിൽ ചില്ലിക്കാശുകൾ പിരിച്ചെടുത്തു. കെ കരുണാകരന്റെ നേർക്ക് വരെ തൊപ്പി നീട്ടിക്കാട്ടി പറഞ്ഞു അത്രേ, കരുണയുള്ള കരുണാകരന്റെ കരുണ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ ബാഫഖി തങ്ങൾ. അന്യ സമുദായക്കാർ, സഹോദര സമുദായാംഗങ്ങൾ മദ്രസക്ക് സഹായിച്ച നാടായി കേരളം. ഞാനൊക്കെ വയതിന്റെ മജ്‌ലിസിൽ ഒരുപാട് എഴുതാനിരിക്കുമ്പോ, ലേലം ചെയ്യുമ്പോ, ബെയ്ത്ത് ചെല്ലാനിരിക്കുമ്പോ ഇങ്ങനെ കടലാസെടുത്ത് വായിക്കും. പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അമുസ്ലിം സ്ത്രീ 100 രൂപ സംഭാവന. നമ്മളൊക്കെ എത്ര വായിച്ചിട്ടുണ്ട്. അതാണ് ഈ നാട്. പരസ്പരം സ്നേഹിച്ച് ഒരു കുഴപ്പമുണ്ടായി. ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് ഒരു നാട്ടിൽ ഈ കളിയാട്ടുമുക്കിൽ സമാധാനം ഉണ്ടെങ്കിലേ ഫുട്ബോൾ കളി നടക്കുള്ളൂ. ഫുട്ബോൾ കളി മര്യാദക്ക് നടക്കണമെങ്കിൽ സമാധാനം വേണം. അല്ലെങ്കിൽ ഹാഫ് ടൈമിന്റെ മുമ്പ് തന്നെ തച്ച് പിരിയും. പിരിയ മാത്രമല്ല, സംഘടിപ്പിച്ചവർക്ക് തന്നെ ട്രോഫി കിട്ടി. എത്ര പോലെ കളി നമ്മൾ കണ്ടിരിക്കണ അറിയാം. സംഘടിപ്പിച്ചവർക്ക് തന്നെ എന്നും ട്രോഫി. കാരണം എന്താ? കളി മുഴുമിക്കാൻ സാധിക്കൂല, അടിച്ചു പിരിയും. എന്താ? ഫുട്ബോളിനോടൊരു കമ്പം വേണം. 1. 2, അച്ചടക്കത്തിലിരുന്ന് കാണണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രകോപനം സൃഷ്ടിക്കും. അപ്പൊ എന്താ വേണ്ടത്? ഇത് കയ്യോളൊന്നും മുണ്ടരുത്. കാരണം എന്താണെന്നറിയോ? ടിക്കറ്റ് മുതലാകണം 1. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കണവനാണെങ്കിൽ ഓനക്കെന്താ, ഓനക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അന്ന് സെമി ആയിരിക്കും. സെമിയുടെ അന്ന് പ്രശ്നം ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? പിന്നെ ഫൈനൽ ഉണ്ടാവില്ല. കുറച്ച് ബോധമുള്ള എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നടപ്പിലാവണമെങ്കിൽ സമാധാനം വേണം. മുസ്ലിം ലീഗ് കേരളത്തിൽ ചെയ്യുന്നത് എന്താ? ലീഗ് ചെയ്യുന്നത് എവിടെയാണോ തീപ്പൊരി കാണുന്നത് അവിടെ തങ്ങൾ ഓടി വരികയാണ്. പൂന്തുറ കലാപം നടക്കുന്നിടത്തേക്കാണ്. എന്റെ കരളിന്റെ കഷ്ടമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാറുമായി വരുന്നത്. പോലീസുകാർ തടഞ്ഞു വെച്ച് പറഞ്ഞു, തങ്ങളമ്പുരാൻ നിങ്ങൾക്ക് പറ്റിയ സമയമല്ല അത്, അങ്ങോട്ട് പോകരുത്, അങ്ങേക്ക് വരാൻ പറ്റിയ സമയമല്ല. എന്റെ പൊന്നു തങ്ങൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, കേരളത്തിലെ ഹൈന്ദവനെ എനിക്ക് വിശ്വാസമാണ്. ഓ, കേരളത്തിലെ ഹൈന്ദവനെ എനിക്ക് വിശ്വാസമാണ്. തങ്ങൾ വന്ന് കാറിറങ്ങാണ്. അവിടെ മല പോലെ വന്ന വിഷയം മഞ്ഞ് പോലെ ഉരുകാൻ നിമിത്തമായത് ആ ഒരു വരവാണ്. കുമ്മനം രാജശേഖരൻ ശിഹാബ് തങ്ങളെ വഫാത്തിന് ശേഷം എഴുതിയ ലേഖനം ഒന്ന് വായിക്കണം മക്കളെ. എന്റെ പൊന്നു തങ്ങളെ പറ്റിയാ പറഞ്ഞത്. തങ്ങളുടെ ആ വരവാണ് പൂന്തുറയിൽ കലാപല്ലാതെ പോയത്. അങ്ങാടിപ്പുറത്തിന്റെ ക്ഷേത്രം കത്തുന്നതോ, ക്ഷേത്രത്തിന്റെ കത്തിക്കരിഞ്ഞ വാതിൽ ഞാൻ കണ്ടു. എന്റെ പൊന്നു തങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ്, ജുമുഅക്ക് ശേഷം തങ്ങളെ വിളിച്ചു കൊണ്ടുപോവുക. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തോളിലാണ് ഒരു കൈ. തങ്ങൾക്ക് നടക്കാൻ പ്രയാസം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണത്. അതുവരെ തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ എൻ്റെ പൊന്നു തങ്ങളെ കൂടെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് അറിയാം. അധിക റമദാനിന്റെയും മഗ്‌രിബിന്റെ മുമ്പേ ഞാൻ തങ്ങളെ കാണാൻ പോയിരുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അത് ഞാൻ തങ്ങൾ മരിക്കുന്നവരെ ആരോടും പറഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ സമയം നഷ്ടപ്പെടുന്നു കരുതിയിട്ട് തങ്ങളെ കിട്ടണം. ഞാൻ ഹർത്താലുള്ള ദിവസം തങ്ങളെ കാണാൻ പോയിരുന്നു. കാരണം ഹർത്താലുള്ള ദിവസം തങ്ങളെ തിരഞ്ഞ് ആരും വരില്ല, തങ്ങളെടുക്കും പോവില്ല. ഞാനന്ന് ബൈക്ക് എടുത്ത് പോകും, ബൈക്കിന്റെ പിന്നിലിരുന്ന് പോകും. അന്ന് തങ്ങളെ സ്വസ്ഥമായിട്ട് കിട്ടും. തോട്ടത്തിൽ ഇങ്ങനെ നടക്കാം, കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം. പിന്നെ ജുമാ കഴിഞ്ഞാൽ എല്ലാവരും അവനാന്റെ പേരേക്ക് ചോറുത്താൻ പോണ ഒരു സമയമാണ്. അവനാന്റെ നാട്ടിൽ കൂടുന്ന സമയമാണ്. തങ്ങൾ വേറെ എവിടേക്കും പോയിട്ടില്ലെങ്കിൽ പാണക്കാട്ടാണ് എങ്കിൽ തങ്ങളെ കിട്ടുന്ന നല്ലൊരു ഗ്യാപ്പാണ് ആ 2:15, 2:30, 3 ഇടയിൽ. അതൊരു നല്ല സമയം. പിന്നെ നോമ്പ് തുറക്കണതിൻ്റെ അല്പം മുമ്പേ എല്ലാ ആൾക്കാരും നോമ്പ് തുറക്കണതിന് മുമ്പ് അവനാന്റെ പേരേക്ക് കൂടണയുന്നതാണ്. എൻ്റെ പൊന്നു തങ്ങൾ ആ മഗ്‌രിബിന്റെ നേരത്തേക്കായിരിക്കും ഒരു ശാന്തമായ പ്രൗഢമായ ആ തീരത്തിങ്ങനെ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ തങ്ങളുമായി ഇങ്ങനെ നടന്ന് സഞ്ചരിച്ച് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അവിടെയൊക്കെ കാണുന്ന സമീപനങ്ങൾ എന്താ? ആ തങ്ങൾ പിന്നെ നടക്കാൻ കഴിയാതായ സമയത്താണ് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ വിഷയം നടക്കുന്നത്. തോളിൽ കൈയിടുകയാണ്. ഹമീദ് മാഷ് തോളിലൊരു കൈ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തോളിലൊരു കൈ. പ്രയാസപ്പെട്ടാണ്. തങ്ങളുടെ വരവ് കണ്ടപ്പോൾ നാരായണ പണിക്കർ പറഞ്ഞു, ആ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം കാര്യങ്ങൾ പറയും, വേറെ വഴിക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല.
അമുസ്ലിം സഹോദരന്മാർ ശാന്തരായി. പിറ്റേ ദിവസം MT വാസുദേവൻ നായർ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെടുകയാണ്, അങ്ങയെപ്പോലത്തെ ഒരാൾ ഈ നാട്ടിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാടിന്റെ സ്ഥിതി എന്താണ്? ആലോചിക്കണം, എവിടെയും നമ്മൾ ചെയ്യുന്ന പണി അതാണ്. ഈദ്ഗാഹിൽ പ്രശ്നമുണ്ടായി. ഈദ്ഗാഹിൽ ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? പൂക്കോയത്തങ്ങള് പെരുന്നാക്ക് പാണക്കാട്ടപ്പള്ളിയിലാണ് നിസ്കരിക്കുന്നത്. പാണക്കാട്ടപ്പള്ളിയിൽ ഈദ്ഗാഹിൽ കോട്ടപ്പടിയിൽ പ്രശ്നം നടക്കുകയാണ്. ഈദ്ഗാഹ് തടുക്കാൻ വന്നു, ഒരു കൂട്ടർ തടുക്കാൻ വന്നു, ഒരു കൂട്ടർ നടത്താനും വന്നു. തങ്ങളെ വന്ന് വിളിക്കുകയാണ്, തങ്ങൾ പാപ്പ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അറിയണം, നിസ്കാര ശേഷമുള്ള ഖുതുബ പെരുന്നാക്ക് അല്ലേ? ഖുതുബ നിസ്കാരത്തിന്റെ ശേഷമാണ്. ഖുതുബ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു തങ്ങളെ വന്ന് വിളിക്കുകയാണ്. ഒന്ന് 2 വട്ടം ആലോചിച്ചില്ല, ഡ്രൈവറെ വിളിക്കുകയാണ്, കാറെടുത്ത് പോവുകയാണ്, വിഷയങ്ങൾ അന്വേഷിച്ചറിയാണ്. അവിടെ ചെല്ലുകയാണ്. ചെന്നപ്പോ 2 വിഭാഗമായി ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പൂക്കോയത്തങ്ങളെ കണ്ടപ്പോ എന്താ തങ്ങൾ പാപ്പ പറഞ്ഞത് നോക്കണം. എന്താ എൻ്റെ പൊന്നു തങ്ങൾ പറഞ്ഞത്? എന്താ വിഷയം? ഒരു കൂട്ടർ തടുക്കുന്നു, ഒരു കൂട്ടർ നടത്തുന്നു. പൂക്കോയത്തങ്ങൾ ഇടപെടുന്നു. ഗഫൂർ മൗലവിയോട് പറയാ, ഞാൻ പൂക്കോയ ഇമാമ് നിൽക്കാം, ഗഫൂർ മൗലവി ഖുതുബ ഓതുമോ? പൂക്കോയത്തങ്ങൾ ഇമാമ് നിന്ന് നിസ്കരിച്ച് എല്ലാവരും അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹു അക്ബർ, ഒരു തക്ബീറാണ്. എൻ്റെ മേനി കോരിത്തരിക്കാൻ എല്ലാവരും ഏക സ്വരത്തിൽ ചൊല്ലി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. ഖുതുബൊക്കെ കഴിഞ്ഞിട്ട് പോയി, ജനങ്ങൾ പിരിഞ്ഞാണ്ട് പോയി. ഈ ആജ്ഞാസ്വരമുള്ള കൈ, ഈ ആജ്ഞാസ്വരമുള്ള നേതാക്കൾ, ഈ കൽപ്പിക്കാനും പറ്റാവുന്ന അമീറന്മാർ, അൽഹംദുലില്ലാഹ്, അവരാണ് കേരളത്തിൽ ഒരാൾക്കും പ്രശ്നമില്ലാത്ത ഭൂമി ഉണ്ടാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചത്. കോഴിക്കോട് നടുവട്ടത്തും അങ്ങനെയാണ്. മുസ്ലിം സമുദായം ഇവിടെ, അമുസ്ലിങ്ങൾ അവിടെ. ഇനിയില്ലാത്ത ആയുധല്ല കയ്യില്. പോലീസുകാർ 3 റൗണ്ട് മേപ്പോട്ട് വെടിയും. എന്ത് വെടി? ജനങ്ങൾ പിരിഞ്ഞു പോയില്ല. അവരൊക്കെ ജിഹാദിനൊരുങ്ങിക്ക ഒരു ടീം. ഒരു കൂട്ടർ കുരിശുയുദ്ധം നടത്താൻ പോവുക. ഭയങ്കര പ്രശ്നം. എന്താവും? കേരള ഗാന്ധി കേളപ്പജി ആ മസ്ലഹത്തുമായി വരുന്നത്. കേളപ്പജി ലീഗേറിനല്ല, കുഞ്ഞാപ്പല്ല. ആരാ വന്നത്? കേളപ്പജി പറയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട്, നിങ്ങൾ പറഞ്ഞിട്ടൊന്നും അവർ പോകുന്നില്ല അല്ലേ? ഞാൻ ഒരാളെ കൊടുത്താൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്, കൊണ്ടുവരികയാണ്. ആരെ? ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായി ജീവിച്ച് അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കിവാണ് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ ഖദീജത്തുൽ കുബ്രായുടെ ഖബറിന് സമീപത്തായി അന്തിയുറങ്ങുന്ന എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ആ നീളം കുപ്പായവും നീണ്ട തലകെട്ടുമായി ഇങ്ങനെ നടന്നു വരികയാണ്. തങ്ങളെയാണ് കൊണ്ടുവരുന്നത്. വന്നപ്പോ പോലീസുകാരോട് പറഞ്ഞു, പ്ലീസ് സാർ, ആ വാഹനം ഒന്ന് തരുമോ? കേളപ്പജി ബാഫക്കി തങ്ങൾ മൈക്ക് കെട്ടിയ പോലീസ് ജീപ്പിൽ കയറി നിൽക്കട്ടെ. തങ്ങളമ്പരാൻ അവിടെ കയറി നിന്ന ആളുകൾ ഒന്നും കൂടി കാണും, അല്ലെങ്കിൽ തന്നെ വലിപ്പം, പിന്നെ ഒന്നും കൂടി ഉയർന്നു നിന്നു തങ്ങൾ. തങ്ങൾ പറയാണ്, കൈകൊണ്ട് ഇങ്ങനെ രണ്ട് വീശലും പിരിഞ്ഞു പോകാൻ ആജ്ഞാപിക്കലും. ജനങ്ങൾ പിരിഞ്ഞുപോയി. തങ്ങളമ്പരാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഹൈന്ദവർ നമ്മളെ തങ്ങൾ പാപ്പ പറഞ്ഞാൽ പിന്നെ എന്തിനാ അവിടെ നിൽക്കണ് മുസ്ലിങ്ങൾ? പക്ഷെ 5-8 ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു കഴിച്ചു. ഇന്നുണ്ട് 5-8 ആൾക്കാരെല്ലാ മഹലിലും. ആരും പറഞ്ഞാൽ കേൾക്കൂല. ഒരു കൂട്ടായിട്ടേ നടക്കുള്ളൂ. ഹൗദിൽ മീൻ നടക്കണായിരിയ കൂട്ടാൻ വെക്കാൻ വിട്ട് തയ്യൂല്ല. കൂട്ടായിട്ട് ഇങ്ങനെ നടക്കും. കേട്ടോ, ഞമ്മക്കാണ് ധൈര്യം. ഇവര് പോകണം പാലക്കാട് വിട്ട് തമിഴ്നാട്ടിക്ക്. അവിടെ ഉളുഹിയത്തിറക്കാൻ കഴിയണില്ല. അവിടെ പോയി ഒച്ച ഉണ്ടാക്കാൻ ആളില്ല. യത്തീം മക്കൾ കൂടുതൽ അവിടെ, യത്തീംഖാന കൂടുതൽ പടി. അവിടെ പോവുക ഇല്ല. അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ? ബീഹാരിക്ക് ഒരു ഗുണം ചെയ്യൂല. ഇവിടെ വന്ന് പ്രസംഗിക്കുക, ഇവിടെ പോസ്റ്റർ ഒട്ടിക്കുക, ഇവിടെ കുഞ്ഞാപ്പ മത്സരിക്കുന്നിടത്ത്, ഇവിടെ അഹമ്മദ് സാഹിബ് മത്സരിക്കുന്നിടത്ത്, ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലീഗിനെ തോൽപ്പിക്കാൻ കണ്ണൂർക്ക് പോവുക. ചുരുങ്ങിയത് അത്യാവശ്യം വലിയ വിസ ഒന്നും എടുക്കണ്ടല്ലോ കണ്ണൂർക്ക് വിസയും പാസ്പോർട്ടൊന്നും വേണ്ടല്ലോ. ഒന്ന് പോകും, ഒരു ലിമിറ്റഡിന് കയറിയിട്ട് അവിടെ പോയിട്ട് കൊടിയേരിക്കെതിരെ ഒരു 5 ദിവസം ക്യാമ്പ് നടത്തുക. ഒടുക്കത്തെ ക്യാമ്പാവും, പിന്നെ പോകാൻ പറ്റൂല. ഇത് സുഖമുള്ള മണ്ണാണ്. ഇവിടെ വന്ന് റോഡെന്തായി, പാലെന്തായി,
ഇവിടെയാണ് വല്ലതും നടക്കുന്നത്. ഇപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ? കൊടിയേരിയുടെ വാർഡിൽ മണ്ഡലം തലശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ തലപ്പാറയിൽ നിന്ന് ഈ വന്ന ദൂരം കൊണ്ട് 1.5 മണിക്കൂർ പിടിക്കും. വണ്ടി അങ്ങനെ പോവുള്ളൂ. എന്നാ കണ്ട ഞങ്ങളുടെ റോഡ് നമ്മുടെ ജില്ലയിലൊന്ന് സഞ്ചരിക്കും. കാസർഗോഡ് കണ്ണൂക്കാർ പൊതുയോഗത്തിന് ക്ഷണിക്കാൻ വരുമ്പോൾ പറയും മലപ്പുറത്ത് അങ്ങനെ ഒഴുകല്ലേ എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഏത് ഗ്രാമീണ റോഡും റബ്ബറൈസറാണ്. അബ്ദുറബിന്റെ മണ്ഡലം ഇങ്ങനെ സൂപ്പർ. വള്ളിക്കുന്ന് അങ്ങനെ തുടങ്ങും, ഇങ്ങനെ വരികയാണ്. എന്ത് മനോഹരം! നേരെ പോവുകയാണ്. നേരെ അങ്ങനെ പോയാൽ തിരൂര്, നേരെ സീബമ്മൂട്ടിയുടെ മണ്ഡലം, വാഹനം ഇങ്ങനെ ഒഴുകി വരും. നേരെ കോട്ടക്കൽ സമദാനി സൂപ്പർ. നേരെ അങ്ങനെ കടന്നാൽ ഉബൈദുല്ലാന്റെ മണ്ഡലം, ഇങ്ങനെ കടന്ന് ടി അഹമ്മദ് കബീറിന്റെ മണ്ഡലം, അങ്ങനെ പോയ മഞ്ഞളാംകുഴിയരിയുടെ മണ്ഡലം സൂപ്പർ. പിന്നെ എൻ ശംസുദ്ദീൻ സൂപ്പർ. വണ്ടി സേച്ചിട്ട് ഇങ്ങനെ പോവും. പിന്നെ ഒരു കുണ്ടു ചാടും, പിന്നെ ഒരു പെടച്ചില. മലമ്പുഴ മറ്റാളെ മണ്ഡല അച്യുതാനന്ദന്റെ. അവിടെ പോയിട്ട് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ബാനർ പിടിച്ചോ? ബാനറും ഉണ്ടാവില്ല, പിടിച്ചോനും ഉണ്ടാവില്ല. അവിടെ പോയി നടത്താൻ സാധിക്കുമോ? എല്ലാരും ഇവിടെയാണ്. ഇത് സുഖമുള്ള മണ്ണാണ്. ഇവിടെ നിന്ന് പറയാ യുപിയിലെ സമുദായത്തിന്റെ ദീനരോധനം നീ കേട്ടില്ലേ? ബീഹാറിലെ സമുദായത്തിന്റെ ഗതി എന്താണെന്ന് എനിക്കറിയോ? അത് ബീഹാറിൽ പോയി പറയടോ. ഇവിടെ നിന്നിട്ട് പറയാ, ഇവിടുത്തെ പാറപ്പുറത്തിരുന്നിട്ട് ബീഹാറിലെ കഥ പറയാ. ബീഹാർ പോയി പറയും. ബാബരി മസ്ജിദിൽ ഏറ്റവും അവസാനം ഇശാ നിസ്കരിച്ച ഒരാളെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കൊണ്ടുവന്നു. ഒരു കൗതുക വസ്തുവായിട്ടാണ് ഇരുത്തിയത്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, ഈ ഇരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹമാണ് ബാബരി മസ്ജിദിൽ ഏറ്റവും അവസാനമായി ഇശാ നിസ്കരിച്ച ആള്. എന്താ അത് മുതലക്കുളം മൈതാനിക്ക് കൊടുന്ന് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞാല് ഉമനായ എൻ്റെ തങ്ങൾ റഷീദ് അലി ശിഹാബ് തങ്ങള് നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ചടങ്ങിൽ ഏറ്റ അധികം ആളുകളും ഇവിടെ എത്തിയിരിക്കുകയാണ്. നിരവധി പരിപാടികൾ പങ്കെടുത്ത് വന്ദനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ ഈ പ്രദേശത്തെ റിലീഫ് വിതരണം നടത്തുന്നതിനായി ഈ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇനി അധികം പറയുന്നില്ല. തങ്ങൾക്ക് ഇനി പരിപാടിയില്ല. ഇന്ന് അൽഹംദുലില്ലാ അദ്ദേഹം നിങ്ങൾക്കൊപ്പം അല്പം ചിലവഴിക്കും. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നത് ശരിയല്ല. എന്നാൽ ഞാൻ പറഞ്ഞത് മുഴുമിക്കാം. കേരളത്തിലെ ഈ അവസ്ഥ ഉള്ളൂ. ഇതൊരു സത്യമാണ്, ഇതൊരു വസ്തുതയാണ്. 100 ആളെ പോലീസിലേക്ക് എടുക്കുമ്പോൾ ഇത്ര പേർ. ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു അറിയിപ്പുണ്ട് ഇന്നലത്തെ പേപ്പറിൽ. എല്ലയിലും ഉണ്ടോന്ന് അറിയില്ല, ചന്ദ്രികയിലുണ്ട്. ഒന്ന് വായിക്കണം. അറിയോ, SI കോൺസ്റ്റബിളൊക്കെ ആവാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ വകുപ്പ്, മൈനോറിറ്റി പ്രത്യേകമായി ബോർഡിന്റെ ചെയർമാൻ കൂടിയ തങ്ങൾ നല്ല പുതിയ പുതിയ ആശയങ്ങളാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നത്. നമ്മളൊക്കെ അറിഞ്ഞു. ഇതിലൊക്കെ ശ്രദ്ധിക്കണം. LK അദ്വാനി കൈകാര്യം ചെയ്യാണ് വഖഫ് ബോർഡ്. നേരത്തെ ഡൽഹിയിൽ ഭരിച്ചിരുന്നപ്പോ വഖഫ് എന്താ ഇതെന്താന്ന് വല്ല ബന്ധമുണ്ടോ? ആരാത് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ കണ്ടോ? ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്തൊക്കെയാണ് അധികാരത്തിലിരുന്നു കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുക അതൊക്കെ ചെയ്യാം. മറ്റുള്ള സമുദായത്തെ വെറുപ്പിക്കുന്നില്ല. നാടാർ സമുദായം, പട്ടികജാതിക്കാരൻ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇവിടെ തന്നെ രാമൻ മാസ്റ്റർ തിരൂരങ്ങാടി യത്തീംഖാനയിൽ വളർത്തിയിട്ട് മാഷാക്കിയ ലീഗാണ്. രാമൻ മാസ്റ്ററെയാ വളർത്തുന്നത്. ഉണ്ണികൃഷ്ണൻ തന്റെ പ്രസംഗത്തിൽ ഇവിടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതാ നമ്മളെ പേര് മുസ്ലിം ലീഗ്. മറ്റോരോ നല്ല പേരിടും, കാട്ടിക്കൂട്ടലൊക്കെ കീക്കാൻ തൂക്കാം. പേര് നന്നായിട്ട് എന്താ കാര്യം? ഞാൻ പറയാറുണ്ട്, എന്റെ നാട്ടിലെ മുദരിസ് അസർ നിസ്കാരം കഴിഞ്ഞാൽ അന്നപൂർണ വെജിറ്റേറിയനിക്ക് പോകും മസാല ദോശ കഴിക്കാൻ. തൊട്ടടുത്ത് റാഹത്ത് റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ കയറില്ല. മുസ്ലിം അങ്ങനെ കയറും, അവിടെ സ്വാമി ഉണ്ട്, ഗണപതി ഉണ്ട്, അല്ലാണ്ട് ചന്ദനത്തിലേക്ക് കത്തിച്ച് എല്ലായിരിക്കും. പലർക്കും ആക്ഷേപം. റാഹത്ത് റെസ്റ്റോറന്റ്, മദീന ഹോട്ടലൊക്കെ ഇത് തൊട്ടടുത്തുണ്ടായിരിക്കെ എന്താ മുസ്ലിം അവിടെ പോകാൻ?
മുസ്ലിയാർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് ഞങ്ങൾ ഈ മറുപടി. പള്ളക്ക് കുഴപ്പമില്ലാത്ത കൊടുത്താൽ കയറുക, പച്ച മലയാളത്തിൽ പറഞ്ഞ വിഭവം നന്നാക്കി കൊടുക്കണം. പേര് അല്ല, പേര് നന്നായിട്ട് കാര്യമില്ല. ചില പേരുണ്ടാവും ഹോട്ടലിന്, ഹോട്ടൽ രുചി, ഹോട്ടൽ ടേസ്റ്റി. കേറുമ്പോ ഒരു ടേസ്റ്റ് ആണെങ്കിലും ഇറങ്ങുമ്പോ ഒരു ചൊയയാണെങ്കിലോ പറ്റൂലല്ലോ. മുസ്ലിം ലീഗ് അവിടെ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താ? പെരുമാറ്റം നന്നാക്കുക. പേരുമാറ്റല്ല, പെരുമാറ്റം. പേരുമാറ്റിയിട്ടിട്ട് ആളുകൾക്കിടയിൽ ആളാവാൻ നോക്കല്ല. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ SDPI സഹായിക്കുക. SDPI നേരല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരും സഹായിക്കുക. എന്നിട്ട് ഇത് അവസാനം വരുന്നതോ ആലോചിച്ച് നോക്കണം. വെൽഫെയർ പാർട്ടിക്ക് മെമ്പർമാർ, അവർക്ക് വാർഡിൽ 20 ആളുള്ളൂ, പിന്നെ എങ്ങനെ മെമ്പറായത്? ലീഗിന് 545 600 ഉണ്ടാവും. ലീഗിന് 545 600 ഉണ്ടാവും, ഇവർക്ക് 20 വോട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയിൽ ഇവരും ഉണ്ടാവും. ചെങ്കൊടി മുന്നിൽ പ്രകടനം, ഇവരെ കൊടി തലകെട്ട് ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ ജയിച്ചു. ഇവർക്ക് എത്ര ഉള്ളത്? പണ്ട് രാജവമ്പാല കടിച്ചിട്ട് മരിച്ചവന്റെ മയ്യത്തുണ്ടാവുമ്പോഴാണ് അത്ര ഞാഞ്ഞൂല് പറഞ്ഞത് ഞങ്ങളെ ടീമിനേറ്റ് കളിച്ചാൽ അങ്ങനൊക്കെ ഉണ്ടാവുന്നു. ഇവരെ വലിപ്പെത്രയാണ്? ഇവർക്ക് കഴിയൂല. പക്ഷെ എന്താ? ലീഗിനെ തോൽപ്പിക്കണം. അതിനെല്ലാരും കൂടി ഒറ്റക്കെട്ടാവുക. നിങ്ങൾ അനുഭവിക്കാൻ പോവുക. പല സ്ഥലത്തും CPM CPI അടുപ്പിക്കുന്നില്ല, കുറച്ചൊക്കെ കൊണ്ടുപോകും. പിന്നെ തനി സ്വഭാവം വലിയേട്ടൻ കാണിക്കും, അപ്പൊ ബോധ്യാവും. ഇങ്ങനെയാ BJP-യെ വളർത്തിയത്. ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ BJP-യെ കൂട്ടി അങ്ങനെ വളർത്തി. ഇപ്പൊ BJP വലുതായി, ചെകുത്താൻ വലുതായി, പറഞ്ഞോൻ ചെറുതായി. അത് തന്നെ ഇപ്പൊ കേരളത്തിൽ എടുക്കുന്നത്. ലീഗിനെ തോൽപ്പിക്കാൻ, വിശിഷ്യായി മലബാറിൽ നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് സംസാരിച്ചും പ്രസംഗിച്ചും വന്നുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ നോക്കുക. CPM-ന്റെ പ്ലീനത്തിൽ ചർച്ച, ആരുമായും കൂട്ടുകൂടാന്നുള്ളൊരു സ്വഭാവം നമുക്ക് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ആ ദുഷ്പ്രവണത മാറ്റണമെന്ന്. ആ ചർച്ച അവിടെ നടക്കുമ്പോൾ ഇവിടെ താനൂര് അഡ്ജസ്റ്റ് ചെയ്യാണ് മുതലാളിനേറ്റ്, ഇവിടെ മറ്റുള്ളവരേറ്റൊക്കെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ നടത്തുകയാണ്. ഇതേ പണി തന്നെയാണ്. അപ്പോ ബ്രാഞ്ച് കമ്മിറ്റി പറയും നമ്മൾ ആ വാർഡിൽ അങ്ങനെ കൂട്ടുകൂടിയത് ശരിയായില്ല, ലീഗിനെ തോൽപ്പിച്ചത്. ഇപ്പൊ ചർച്ച ഉണ്ട്, വാർഡ് കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കലിലൊക്കെ ചർച്ച ഉണ്ട്. നമ്മൾ ആരെ ഇപ്പൊ വളർത്തിയത് തീരെ ആലോചിച്ചില്ല. SDPI വലുതായി, വെൽഫെയർ പാർട്ടി വലുതായി, PDP വലുതായി. ഇനിയിപ്പോ അവരെ പിടിച്ചു കെട്ട ലീഗ് പോലല്ല. പിണറായി പറഞ്ഞു ലീഗ് അത്ര കടുപ്പല്ലോ, ഇവർക്ക് കടുപ്പാട്ടോ. എന്നിട്ടോ അപ്പോ ജില്ലാ കമ്മിറ്റി പറയാ സാരല്ല, നമ്മൾ തെറ്റ് തിരുത്തണം, അതെല്ലാവർക്കും കൊണ്ട് മാപ്പ് കൊടുക്കുക, ഇനി മേലിൽ ആവർത്തിക്കരുത് താക്കീത്. സ്റ്റേറ്റ് കമ്മിറ്റി പറയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ആരേറ്റെങ്കിലും കൂട്ടുകൂടിയിട്ട് ആ സീറ്റിന്റെ അടുത്ത് തരണട്ടാണ്. ആര്? സ്റ്റേറ്റ് കമ്മിറ്റിയോട് പറയും പ്ലീനം ആ ചെയ്തത് ശരിയായില്ല. അപ്പൊ അതിന് പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് പറയും തൽക്കാല ജയത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാം, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും, ലക്ഷ്യം ജയിക്കലാണ്, മാർഗം എന്തായാലും വേണ്ടില്ല, അവിടെ നോക്കിക്കാളി, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല. പിന്നെ ഓല് വലുതായി നാടില് വല്ല പ്രശ്നം ഉണ്ടാക്കുമ്പോ പറയും അന്ന് അവരെ വളർത്തിയത് തെറ്റായി പോയി എന്ന് ഇപ്പൊ തോന്നുന്നു. കണ്ടോ പ്ലീനത്തിൽ ചർച്ച. ഞാൻ പറയാറുണ്ട്, മുമ്പ് സ്കൂളിൽ DEO വന്ന് DEO 10ാം ക്ലാസ്സിലെ കുട്ടിയോട് പോയിട്ട് ചോദിച്ചു രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാണ്? ഇവിടുന്ന് ചെറുക്കൻ പറഞ്ഞു അള്ളാൻ തന്നെ ഞാനല്ല, ഞാനന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ക്ലാസ്സിലെ കുട്ടികളോടായി മൂപ്പര് ചോദിച്ചു അല്ല മക്കളെ നിങ്ങൾക്കറിയാമോ രാമായണത്തിൽ വില്ലൊടിച്ചതാരാ? കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ നിരപരാധികളാ സാർ, ഞങ്ങൾ അമ്മാതിരി പ്രശ്നങ്ങൾക്ക് പോകാറില്ല. ഉടനെ ഹെഡ്മാഷ് വിളിച്ചിട്ട് DEO പറഞ്ഞു നിങ്ങളെ കുട്ടികൾ ശരിയല്ല, കുട്ടികളോട് രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്നത് ഞങ്ങൾ അറിയില്ല, ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, നിരപരാധികളൊക്കെയാണെന്നാണ്. ഉടനെ ഹെഡ്മാഷ് പറഞ്ഞു അവരങ്ങനെ വിടാൻ പറ്റൂല, രാമായണത്തിൽ വില്ലൊടിക്കാതൊക്കെ ചെറിയ സംഭവമാണ്, ഓലെ തന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഒന്ന് വേദനാക്കിയ ഓല് ചിലപ്പോൾ ഉള്ളത് പറഞ്ഞുവിടായില്ലാന്ന്. ആര്? ഹെഡ്മാഷ്. അപ്പോ ആകെ പ്രശ്നമായി. ഹെഡ്മാഷ് അതാ, ചെക്കന്മാരും കണക്കാ ഹെഡ്മാഷും കണക്കാ. അങ്ങനെ മാനേജറെ കൊണ്ടുവരാണ്. മാനേജർ അവിടെ വന്ന് കാറിറങ്ങാണ്. മാനേജറെ കണ്ടപ്പോൾ DEO പറഞ്ഞു നിങ്ങളെ മാഷും കണക്കാ കുട്ടികളും കണക്കാണ്, രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാന്നുള്ള ചോദ്യത്തിന് കുട്ടികൾ പറയുന്നത് ഞങ്ങളന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ നിരപരാധികളാണെന്നൊക്കെ. ഹെഡ്മാഷോട് ചോദിച്ചപ്പോൾ ഹെഡ്മാഷ് പറയുന്നത് അവരങ്ങനെ ചില്ലറക്കാരൊന്നല്ല, അവരെ ചിലപ്പോൾ നല്ല വേദനാക്കിയവരുള്ളത് പറഞ്ഞുകൂടായില്ല എന്നാണ് ഹെഡ്മാഷ് പറഞ്ഞത്. അപ്പൊ മാനേജർ പറഞ്ഞു നിങ്ങൾ പ്രശ്നമാക്കണ്ട, ആ വില്ലിന് എത്ര വരണിച്ചാൽ നമുക്ക് PTA ഫണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ആര്?
അപ്പൊ PTA പ്രസിഡന്റും കണക്കാ, പ്ലീനും കണക്കാ, പാർട്ടി കോൺഗ്രസും കണക്കാ, ബ്രാഞ്ചും കണക്കാ, കൊടിയേരിയും കണക്കാ, പിണറായിയും കണക്കാ. ആലോചിച്ച് നോക്കണം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അന്നത്തരിക്ക് അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞ നയല്ല. തോറ്റാലും ജയിച്ചാലും ഒരു നിലപാട്, അതും നിലവാരമുള്ള നിലപാട്. തീവ്രവാദിയുടെ വോട്ട് വേണ്ടെന്ന് പറയും. അവാന്തര വിഭാഗത്തിന് എന്താ കാര്യം? ഇവരൊക്കെ ഇറങ്ങിയത് എങ്ങനെയാണ്? വോട്ട് ഹറാമാണ് മക്കളെ. രാഷ്ട്രീയക്കാരന്റെ വോട്ടിന്റെ മഷി കയ്യിൽ പുരളാൻ പാടില്ല മക്കളെ. ഗവൺമെന്റ് ഉദ്യോഗം ഭരിക്കാൻ പാടില്ല മക്കളെ. ആ ശമ്പളം വാങ്ങുന്നത് കൊടിയ ശിർക്കും കുഫറുമാണ് മക്കളെ എന്ന് പറഞ്ഞിറങ്ങിയവരാണ്. അവരിപ്പോ രാഷ്ട്രീയ പാർട്ടിയായി വരുമ്പോ പേടിക്കണം. തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിച്ച് ഇവർക്കൊന്നും ശീലമില്ലല്ലോ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വോട്ടെണ്ണുന്ന സമയത്ത് പോളിടെക്നിക്കിലുണ്ട് പെട്ടിയുടെ അടുത്ത്. നമ്മളോടൊക്കെ ചോദിക്കും ഇനി എന്താ അത് കാട്ടുക? അളിയൻ പെട്ടി ഇറക്കുന്നതേ കണ്ടിട്ടുള്ളൂ, ഇത് കണ്ടിട്ടില്ല. അത് വോട്ടിന്റെ രംഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ കണ്ട് പഠിക്കുകയാണ് പൊന്നു മക്കളെ. നമ്മളതൊന്നും നോക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ നാട്ടിൽ ചെയ്ത സേവനങ്ങളുണ്ട്. മദ്രസകൾ വളർത്തുന്നു, പാർട്ടിയുടെ കാറ് വിറ്റ് ഫറൂഖ് കോളേജ് തുടങ്ങുന്നു, യതീംഖാനകൾ വളർത്തുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ ലറൂറത്തും സഹിച്ച് ഇടതുപക്ഷത്തെയും മറികടന്ന് മലപ്പുറത്തേക്ക് റോഡുകൾ, പാലങ്ങൾ, തോടുകൾ, കടവുകൾ, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരിക. അച്യുതാനന്ദന്റെ ആക്ഷേപം എന്താ? ഓവറാണിട്ടാ ഗവർണറെ, അത് കുറച്ച് അധികമാണിട്ടാ ഗവർണറെ ഓടി വരി, ലീഗിതാ വാരിക്കോരി കൊണ്ടുപോണേന്ന്. ആര്? അച്യുതാനന്ദൻ ഏറിന്നാ പറഞ്ഞത്. അപ്പോ SDPIയുടെ വണ്ടി പിന്നാലെ. മലപ്പുറം എന്ത് നേടി? മലപ്പുറത്തിന് എന്ത് കിട്ടി? ഇവൻ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഇഞ്ഞമാണോ? എന്നിട്ട് എവിടെയാണോ താലൂക്ക് വിഭജിക്കണെന്ന് ഓൻ്റെ അമ്മായിക്കാക്ക ഉണ്ടാവും ഓഫീസിൽ. അതറിഞ്ഞാല് ആ അമ്മായിക്കാക്ക ഏതെങ്കിലും തക്കയരത്തിന് വന്നാൽ പറയും നിങ്ങളെ തിരുരങ്ങാടി താലൂക്ക് അവിടെ കോട്ടക്കൽ, ഇവിടെ എടരിക്കോടൊക്കെ വിഭജിക്കുന്നുണ്ട്. അതുണ്ട് അറിഞ്ഞാൽ അപ്പോൾ വേഗം പ്രസ്സിൽ കൊണ്ടേ കൊടുത്ത് എന്നിട്ട് മൈദ തേച്ച് താലൂക്ക് ഉടൻ വിഭജിക്കുക. കാരണം എന്താ? അവനക്കറിയാം ഇത് വരാൻ പോവുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, ഒരു പണിയില്ല. മെഡിക്കൽ കോളേജ് വേഗത്തിലാക്കുക. പിന്നൊക്കെ ബംഗാളി എന്ത് സ്പീഡിലാ സിമെന്റ് വേക്കണെന്ന് അറിയാം. വേണ്ട പറഞ്ഞു കിട്ടായിട്ടല്ലേ. ഒരു പണി കൊടുക്കൂല, ഒരു കാര്യം ചെയ്യൂല. ലീഗ് ചെയ്തിടത്തൊക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് അവനാന്റെ അക്കൗണ്ടിൽ ചേർക്കുക. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ എളിമാന്റെയും മൂത്തമാന്റെയും വോട്ട് ഫസാദാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക. ഈ പണി അവരൊക്കെ എടുക്കുന്നത്. പൊന്നുമക്കളെ, അന്തസ് എന്ന് പറയും മലയാളത്തില്, ഇസ്സത്ത് എന്ന് പറയും അറബിയിൽ. ഈ പച്ചക്കൊടി ആ നിലവാരമുള്ള നിലപാടെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആര് എങ്ങനെ നമ്മളോട് നിന്നാലും കോൺഗ്രസിന്റെ നേതാവായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലും, അതേപോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും, അവരെങ്ങനെയൊന്നും നോക്കണ്ട. നിങ്ങൾ ദ്വാരന്നോളിയും, പ്രാർത്ഥിച്ചോളിയും, പ്രയത്നിച്ചോളിയും, പണിയെടുത്തോളിയും. ഇല്ലെങ്കിൽ എല്ലാം കീഴ്മേൽ മറിയും. കണ്ടോ? ഇറച്ചിമലെത്തിയിട്ടുള്ളൂ. ഇന്ന് ട്രെയിനിൽ 2 ആൾക്കാരെ അടിച്ച് തൂഫാനാക്കി. ട്രെയിനിൽ ദമ്പതികൾ ആരതോ ഒരു ഇറച്ചി പാക്കറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെയാണെന്ന് പറയണ്ട. ആ 2 സഹോദരനെ, ഒരു ആണിനെയും പെണ്ണിനെയും, ഭാര്യനെയും ഭർത്താവിനെയും അടിച്ചു. ട്രെയിനിലിട്ട് അടുത്ത സ്റ്റോപ്പ് വരെ അടിച്ചു. 2 ആളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പശുവിന്റെ ഇറച്ചിന്ന് ആക്ഷേപം ഉന്നയിക്കുക. മുഹമ്മദ് അഖലാഖ് കണ്ടില്ലേ? അടിച്ചങ്ങ് വലിയ പ്രശ്നമാക്കി. ആ കുട്ടി പറഞ്ഞു എൻ്റെ അപ്പ ഇവിടെ കൊടുന്നു വെച്ച ഇറച്ചി പ്ലീസ് പശുവിൻ്റെതല്ല, ആണ് എന്നറിഞ്ഞാൽ, പശുവിൻ്റെതല്ല എന്നറിഞ്ഞാൽ എൻ്റെ അപ്പാന്റെ റൂഹിനങ്ങൾ നമുക്ക് തിരിച്ചു തരുമോ എന്ന് കൽബ് തട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആ കുട്ടി മധുരയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ആ ഇറച്ചി പശുവിൻ്റെതല്ല. പാവം മരണപ്പെട്ടുപോയി. കേരള ഹൗസിലും പ്രശ്നമാക്കി. ഇതാ പശുവിൻ്റെ ഇറച്ചി. ആ ഇറച്ചിയും പരിശോധിച്ച് അതും പശുവിൻ്റെതല്ല. ഞാൻ പറയാറുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യയുടെ മതേതരത്വം എന്താ, ജനാധിപത്യം എന്താ, സോഷ്യലിസം എന്താന്നല്ല, ആട് ഏതാ, പോത്ത് ഏതാ, പശു ഏതാ എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏക സിവിൽ കോഡ് വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നമില്ല. കാരണം മഞ്ഞളാംകുഴിയെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയ ശശികുമാർ, മഞ്ഞളാംകുഴിക്കെതിരെ മത്സരിച്ച ശശികുമാറിന്റെ ഭാര്യ ബദറുന്നീസയാണ്. അവർക്ക് കുഴപ്പമില്ല. ടി എ അഹമ്മദ് കബീറിനെതിരെ മത്സരിച്ച ഖദീജാന്റെ മൂത്ത ചെക്കൻ കല്യാണം കഴിച്ചത് മുസ്ലിം വീട്ടിൽ നിന്നും, 2ാമത്തവൻ കല്യാണം കഴിച്ചത് ഹിന്ദു വീട്ടിൽ നിന്നുമാണ്. ആരെയും വെറുപ്പിച്ചിട്ടില്ല. അവർക്കിതൊക്കെ നടക്കും. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ആരെയും കല്യാണം കഴിക്കുക, എങ്ങനെയും മറവ് ചെയ്യുക. അവരിതൊരു നിയമം ഉണ്ടാക്കും. അവിടെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഇതൊന്നും ഉണ്ടാവില്ല. വേറെ പരിപാടിയൊന്നുമില്ല. നിയമം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വേണ്ടി വരും.
ലോക്സഭയിൽ നിന്ന് തീരുമാനം എടുത്തുകൊണ്ട് വരുമ്പോൾ രാജ്യസഭയിൽ നിന്ന് സിക്സർ അടിച്ചാണ്ട് വിടുക. കാരണം എന്താ അറിയോ, രാജ്യസഭയിൽ ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിനും നമുക്കൊക്കെ കുറച്ച് അംഗബലമുള്ളവരാണ്. ഇനി BJP മറ്റിടത്തൊക്കെ ജയിച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രാതിനിധ്യമായിരിക്കും രാജ്യസഭയിൽ. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും അവരെ കയ്യിലായ പിന്നെ ഭേദഗതി പെട്ടെന്ന് നടക്കും. അപ്പം നമുക്കൊക്കെ പാടെ ഒന്നായിട്ട് ഒന്നിക്കേണ്ടി വരും. ഇപ്പോൾ ഒന്നിക്കണില്ലല്ലോ. അന്ന് നമ്മളെ മിനിമം പരിപാടി കൂട്ടക്കരച്ചിൽ എന്നതായിരിക്കും. അതുകൊണ്ട് കാര്യബോധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പണക്കാട്ട തങ്ങൾ, പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ നാടിൻ്റെ സമത്വവും സമന്വയവും സമാധാനവും ഒക്കെ പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ, ആ ജാഥ ഒരു ഉണർത്തുപാട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ. അതല്ല, ഇവിടെ എല്ലാം കാൽക്കുലേഷൻ തെറ്റിക്കാണ് ജാതി മതവും പറഞ്ഞിട്ട്. BJP ഇങ്ങനെ തലയിട്ട് 3 സ്ഥലത്ത് ജയിക്കാൻ നിൽക്കുക. അറിയോ, നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ വരെ അവരെ തോൽപ്പിച്ചിട്ടാണ് നമ്മളെ 2 കോണിക്കാരെ കാസർഗോഡ് നിന്ന് ജയിപ്പിക്കുന്നത്. ഈ സമയത്താണ് മലപ്പുറത്തെ താനൂരിൽ 10 താമര വിരിയണത്. ആലോചിക്കണം. ശിവസേന മുന്നിട്ട് നിന്ന് അരിവാൾ പിറകോട്ട് പോണത്. കല്ലാങ്കുഴി മണ്ണാർക്കാട്ട മണ്ഡലത്തിലെ വാർഡിൽ ബക്കറ്റ് ചിഹ്നത്തിൽ BJP-ക്കാരി കോണി ചിഹ്നത്തിനെ തോൽപ്പിക്കാൻ എല്ലാവരും കൂടി ഒറ്റക്കെട്ട്. ഇതാ ഈ പെരുവള്ളൂരിൽ എന്റെ സ്നേഹിതൻ ഇസ്മായിൽ മത്സരിച്ച സ്ഥലത്ത് കഴിഞ്ഞ BJP മെമ്പർ, ഈ തവണയോ ഭൂരിപക്ഷ ഹൈന്ദവരുള്ള പെരുവള്ളൂരിലെ ആ വാർഡിൽ എന്താ ഇവരൊക്കെ നിലപാട്? പെങ്ങന്മാരെ, BJP ജയിച്ചാലും വേണ്ടില്ല, ലീഗ് ജയിക്കരുത്. 85% ഹൈന്ദവർ പറഞ്ഞു. അല്ല, അവിടെ പറഞ്ഞോട്ടെ, ഹൈന്ദവർ കുത്തി ആറ്റപ്പൂ തങ്ങളെ കോണിക്ക്. അൽഹംദുലില്ലാ, ഇസ്മായിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. പ്രബുദ്ധമാണ് ഈ നാട്. അതാണ് PKK ബാവയെ ജയിക്കാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് ഹൈന്ദവർ നേർച്ച നേർന്നതാണ്. പൊന്നുമക്കളെ, കേരള രാഷ്ട്രീയത്തിലെ ശുജായിയാണ് ലീഗ്. ആ ശുജായത്ത് നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, സഹോദരന്മാരെ, നാം ഇതിവിടെ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമ്മേളനത്തോടനുബന്ധിച്ച് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ വിതരണോദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിരവധി തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നൽകിക്കൊണ്ട് നിരവധി തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനവും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിജയിക്കാനുള്ള കാരണം തന്നെ ഉദാരമതികളായ ആളുകളുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങൾ കൊണ്ടുവന്നത് മാത്രമാണ്. ഇതിനുവേണ്ടി സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നാഥൻ ഇരുവീട്ടിൽ മർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. വാഹൃദാബാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് നന്ദി പ്രകാശനമാണ്. അതിനുവേണ്ടി KMCCയുടെ പ്രതിനിധി ഷാഹിദ് അലി എന്ന കുഞ്ഞു വെട്ടിയാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിശിഷ്ട അതിഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.